ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ ഇഗ്നോയ്ക്കകത്ത് എക്സാം എഴുതി അസൈൻമെൻറ്റ് വെച്ചു, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സിൻ്റെ എന്തൊക്കെയുണ്ടോ, അതായത് അസൈൻമെൻറ്റ്, പ്രോജക്റ്റ്, തിയറി അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് ആയി. ഈ ഒരു ഇയറിൻ്റെ കാര്യമില്ല കേട്ടോ, നിങ്ങൾ കോഴ്സ് ഫുൾ നിങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ ഗ്രേഡ് കാർഡ് നോക്കുന്ന സമയത്ത് എല്ലാ സബ്ജക്ട്സിൻ്റെയും ഫൈനൽ സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട കാര്യമാണ്. അപ്പോൾ ഇഗ്നോയുടെ പ്രൊവിഷൻ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും ഇഗ്നോ, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അയച്ചു തരും. നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ഗ്രേഡ് കാർഡ് ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു 3-4 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഈ പറഞ്ഞേക്കുന്ന പ്രൊവിഷൻ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സ്, അതായത് നിങ്ങളുടെ ഇഗ്നോ പ്രൊഫൈലിനകത്ത് ഏത് അഡ്രസ്സാണോ കിടക്കുന്നത് ആ അഡ്രസ്സിനകത്തേക്ക് അവർ അയച്ചിരുന്നതായിരിക്കും. മിക്ക ആൾക്കാർക്കും കണ്ടിട്ടുള്ളത് ഈ അഡ്രസ്സിനകത്തേക്ക് വരും, പല ആൾക്കാർക്കും അത് വാങ്ങാൻ പറ്റാതെയായിട്ട് അത് റിട്ടേൺ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റിട്ടേൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റീജിയണൽ സെൻറ്ററിൽ പോയിട്ട് കാര്യം ഉണ്ടോയെന്ന് അറിയില്ല, കാരണം അത് അവരെല്ലാം അയക്കുന്നത്, അത് നമ്മുടെ അവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയക്കുന്നതാണ്. അതുകൊണ്ട് അവർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ നിങ്ങൾ അങ്ങനെ റിട്ടേൺ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊവിഷൻ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. പ്രൊവിഷൻ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡൊക്കെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ പോസ്റ്റലായിട്ടൊക്കെ ഇട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അത് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ വരുന്ന കാര്യമാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞേക്കുന്നത്, ഇപ്പോൾ ലാസ്റ്റ് എക്സാം ഉണ്ടായിരുന്നത് 2023 ഡിസംബർ എക്സാമിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടേമിലാണ് പാസ് ഔട്ട് ആയത് എങ്കിൽ, അന്നാണ് നിങ്ങളിപ്പോൾ ഒരു സബ്ജക്റ്റ് കിട്ടാണല്ലോ, ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ആ ഒരു ടേമിലാണ് എഴുതിയിട്ട് അവസാനം നിങ്ങൾക്ക് പാസ്സായത് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് വന്നിട്ട് 38ാമത്തെ കോൺവെക്കേഷനിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 38ാമത്തെ കോൺവെക്കേഷൻ ഇപ്പം തന്നെ വിളിക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർലി വൺസ് ആണ് കോൺവെക്കേഷൻ വിളിക്കുകയുള്ളൂ. അത് 2 എക്സാം ടേമിലായിട്ടാണ് വിളിക്കാറ്. അപ്പോൾ ഈ 2023 ഡിസംബറിൽ പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ ഇപ്പം നടക്കാൻ പോകുന്ന എക്സാം ഇല്ലേ, അന്ന് പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കോൺവെക്കേഷനാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അത് വിളിക്കുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് മിക്കവാറും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെയാണ് അങ്ങനെ വിളിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം മാത്രമാണ് നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം നമുക്ക് ചോദിക്കും നിങ്ങൾക്ക് കോൺവെക്കേഷൻ മോഡ് വേണോ പോസ്റ്റൽ മോഡ് വേണോ എന്നുള്ളത്. അപ്പോൾ കോൺവെക്കേഷൻ മോഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിൽ കോൺവെക്കേഷൻ ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി അറ്റൻഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് ഇഗ്നോ അയച്ചു തരും. വടകര RC ആണെങ്കിൽ പോസ്റ്റലായിട്ട് കിട്ടാൻ കുറച്ച് പണിയാണ്. ഏറ്റവും നല്ലത് അവിടെ പോയിട്ട് വാങ്ങുമായിരിക്കും. ബാക്കിയുള്ള റീജിയണൽ സെൻറ്റേഴ്സൊക്കെ അവർ പോസ്റ്റലായിട്ട് അയച്ചു തരും. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞേക്കുന്ന 2023 ഡിസംബറിൽ പാസ് ഔട്ട് ആയ ആൾക്കാർ 38ാമത്തെ കോൺവെക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, നേരത്തെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നേരത്തെ കിട്ടില്ല. ആ കോൺവെക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ കോൺവെക്കേഷൻ അപ്ലൈ ചെയ്യാൻ വരുന്നത് 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആയിട്ടാണ്. പക്ഷേ ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് മിക്കവാറും 2025 ജാനുവരിയിലോ ഫെബ്രുവരിയിലോ ഒക്കെ ആയിട്ടാവും. അപ്പോൾ അപ്പോഴേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. മുന്നേ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരു പ്രൊവിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ 2023 ഡിസംബർ ടേമിൻ്റെ എക്സാമിനേഷൻ അല്ല, അതിൻ്റെ മുന്നേ പാസ് ഔട്ട് ആയത്, അതായത് 2023 ജൂണോ 2022 ഡിസംബറോ അല്ലെങ്കിൽ അതിന് മുന്നേ ഏതെങ്കിലും ടേമിൽ പാസ് ഔട്ട് ആയതാണ്. ഇതുവരെയായിട്ട് നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.